അപ്പം എങ്ങനെ തുടങ്ങുന്നത്? ഞാനങ്ങനെ റെഗുലറായിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരാളൊന്നും അല്ല. പക്ഷേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹലോ, ദിസ് ഈസ് മിഞ്ചു സ്റ്റീവൻ. നിങ്ങൾക്ക് എന്നെ അങ്ങനെ വലിയ യൂട്യൂബിൽ പരിചയമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ എന്നാലും ഞാനിപ്പം നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നത് കൊണ്ട് ഇങ്ങനൊരു വീഡിയോ എടുത്തേക്കാം എന്നോർത്തതാണ്. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് ഇന്നലെ ഞാൻ ഒരു ഇൻസ്റ്റഗ്രാമിലൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഈ ഒരു 2 ബോക്സും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന നമുക്ക് ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെ നമ്മൾ ഇന്നൊരു സാധനം പർച്ചേസ് ചെയ്തു, നാളെ വേറൊരു സാധനം വേറൊരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തു. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നില്ല നമ്മളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ MRPക്ക് ആയിരിക്കും നമ്മൾ കടയിലൊക്കെ പോയി പർച്ചേസ് ചെയ്യുന്നത്. ഇതിപ്പോൾ നല്ല പോലെ ഓഫേഴ്സ് ഉണ്ട്. ഞാൻ ഇത്തവണ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായി. അതാണ് ഇത്ര വലിയ പെട്ടിയൊക്കെ വന്നത്. ഞാൻ ഇതുവരെ നയിക്കുന്ന ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ടില്ല ഒരുമിച്ച്. അറൗണ്ട് ഒരു 9,000 to 10,000 റുപ്പീസിൻ്റെ സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒന്ന് ജസ്റ്റ് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിനും ഇതിൻ്റെ ഇരട്ടി ചിലവാകും നമ്മൾ MRPയിൽ പോയി സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് എന്തായാലും നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ റീസ്റ്റോക്ക് ചെയ്യുന്നത് കൊണ്ട് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങ് മേടിച്ചതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ടിക്കകത്ത് ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഈ പെട്ടിയുടെ ആവശ്യമില്ലല്ലോ. മെയിൻ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൺലൈനിലൊരു ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ എന്നും ഇങ്ങനെ പണിയെടുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൈസ മുടക്കുന്നു. കുറേ സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ ഇന്ന് മേടിക്കാം, നാളെ മേടിക്കാം, കുറച്ചുകൂടെ കാശ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതും ഇത്തവണ ഞാൻ പർച്ചേസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പലരും ഓൾറെഡി ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളവരായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കുറച്ച് ന്യൂ സാധനങ്ങളും പിന്നെ പഴയത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, ഒരു 10-12 സാധനങ്ങൾ. സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാവേ. ഇത്രയും സാധനങ്ങൾ ഞാൻ എങ്ങനെ ഓഫർ പ്രൈസും MRP ഒക്കെ ഓർത്തിരിക്കും എന്നർത്ഥം ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴത്തേക്കിന് പിന്നെ ഞാൻ ഓർത്ത് ഫൈനലി നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ പിന്നെ എനിക്ക് നിങ്ങളോട് നോക്കി പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പർച്ചേസ് ചെയ്തപ്പോഴത്തേക്കിനും ഈ നൈക്കയിൽ ഞാൻ എൻ്റെ പ്ലാറ്റിനം മെമ്പർഷിപ്പ് ഉള്ള ആളാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സാധനങ്ങൾ പർച്ചേസ്, പിന്നെ എൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് കസ്റ്റമേഴ്സിന് വേണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ അങ്ങനെ ഇങ്ങനെ സാധനങ്ങൾ മേടിച്ച് കൂട്ടിയതിൻ്റെ മെമ്പർഷിപ്പ് അത്ര ഉള്ളതുകൊണ്ട് നമുക്ക് ഈ 18th to 27th വരെയാണ് ഈ പറഞ്ഞ സെയിൽ റൺ ചെയ്യുന്നത്. പക്ഷേ എനിക്കൊന്ന് അതിന് തൊട്ട് മുന്നത്തെ ദിവസം മറ്റോ അങ്ങാണ്ടാണ് ഇങ്ങനെ മെസ്സേജ് വന്നത്. ഞാൻ അന്ന് തന്നെ 17th മറ്റോ അങ്ങാണ്ട് ഞാൻ പർച്ചേസ് ചെയ്യുമായിരുന്നു. പക്ഷെ അതിനേലും റേറ്റ് ഡിഫറൻസ് വന്നിട്ടുണ്ട്. ചിലതിനൊക്കെ റേറ്റ് കുറച്ചും കൂടെ 10 to 20 റുപ്പീസൊക്കെ കൂടിയിട്ടുണ്ട് ഓഫർ പ്രൈസ്. ചെറിയൊരു ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ നമുക്ക് ഇപ്പം സ്റ്റാർട്ട് ചെയ്തേക്കാം. ഈ ഒരു സെൻറ്റീവ്സിൻ്റെ ബോഡി ലോഷൻ. ഇത് വീട്ടിൽ ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങൾ എല്ലാ മാസവും മേടിക്കുന്ന ഒരു സാധനം ഇത്. അപ്പോൾ ആൻഡ് ഇതിന് ഭയങ്കര ഓഫറായിരുന്നു. 425 ആണ് ഇതിൻ്റെ MRP വരുന്നത്. 400 ml 190 റുപ്പീസിനാണ് ഇത് കിട്ടിയത്. പക്ഷേ ഇപ്പം നിലവിൽ ഞാൻ ഇന്ന് നോക്കിയപ്പോൾ 170 റുപ്പീസേ ഉള്ളൂ. പക്ഷേ ഇത് സോൾഡ് ഔട്ടാണ്. പക്ഷേ ഇതിൻ്റെ സിമിലർ ഹൈഡ്രേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു യെല്ലോ കളറിലെ ബോട്ടിലുണ്ട്, അവൈലബിൾ ആണ് 190 റുപ്പീസിന്. അപ്പോൾ തന്നെ കണ്ടില്ലേ ഭയങ്കര ഡിഫറൻസ് ആണല്ലേ. നമ്മൾ കടയിൽ സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോഴത്തേനും 425 തന്നെ കൊടുത്ത് മേടിക്കുന്ന സാധനം. പക്ഷേ ഇത് 190 എന്ന് പറയുമ്പോഴത്തേനും നല്ല ഡിഫറൻസ് ആയില്ല. അടുത്ത പ്രോഡക്റ്റ് ഈ നിക്സിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് ഭയങ്കര അടിപൊളി ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ആക്ച്വലി എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ട്. ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ചത്. ഞാനിപ്പം ഈ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, ഇത് ഈ സെയിം തന്നെയാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് വാമപ്പാണ്. ഇതിന് ഞാൻ കണ്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷെയ്ഡ് MRP 899 പക്ഷേ ഇത് ഞാൻ മേടിച്ചപ്പോഴത്തേക്കിനും 850 for 860 ആ ഒരു റേഞ്ചായിരുന്നു. പക്ഷേ ഇപ്പം അത് 809 കിടപ്പുണ്ട്. ഇതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് ഉണ്ട്, സ്റ്റെയിൻ ജ്യൂസി എന്ന് പറഞ്ഞിട്ട്. അതിന് 674 ഉള്ളൂ. പക്ഷേ അതെങ്ങനെയാണ് ഷെയ്ഡെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അതിനകത്ത് റേറ്റ് കുറവുള്ള ഒരു ഷെയ്ഡ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര ലാസ്റ്റിംഗ് ആണ്, അങ്ങനെ പെട്ടെന്നൊന്നും പോകത്തൊന്നുമില്ല, ഭയങ്കര അടിപൊളിയാണ്. എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തത് സൂപ്പർ സാധനം. നെക്സ്റ്റ് വൺ ഇസ് ഫേസ് വാഷ്. ഞാനൊരു ഡോട്ട് ആൻഡ് കീയുടെ ആളാണ്. എൻ്റെ ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ എല്ലാം ഡോട്ട് ആൻഡ് കീയുടെ തന്നെയാണ്. 175 ml തന്നെയാണ് മേടിച്ചത്, കാരണം നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതാണല്ലോ. ഈ 75-ൻ്റെത് 300 റുപ്പീസ്, ഒരു 20% ഓഫറായിരുന്നു. സൺസ്ക്രീനാണ് ഡോട്ട് ആൻഡ് കീയുടെ തന്നെ. ഒരു 445-ൻ്റെത് ഒരു 50 ഗ്രാമിൻ്റെയാണ്. അതിന് 387 ആയിരുന്നു എമൗണ്ട് വന്നിട്ടുണ്ടാവും.
ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് മോയ്സ്ചറൈസർ. അതും ഡോട്ട് ആൻഡ് കീയുടെ തന്നെയാണ്. ഇതൊരു 399 347 എനിക്ക് കിട്ടിയത്. ഇതൊരു 80 ഗ്രാമിൻ്റെ. ഈ ഒരു ഐലൈനർ ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ എഴുതിയേക്കുന്നതും ഈ ഐലൈനർ തന്നെയാണ്. ഇത് എനിക്കൊരു 50% ഓഫർ ഉണ്ടായിരുന്നേ. ഇതൊരു 299 150 റുപ്പീസിന് എനിക്ക് കിട്ടിയത്. ആൻഡ് ഒരുമാതിരി പെട്ടവരുടെ കയ്യിലൊക്കെ ഈ സാധനം കാണും. മറ്റേ ലാക്മി ഫോറെവർ മാറ്റിൻ്റെ ന്യൂ ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനും 50% ഓഫർ ഉണ്ടായിരുന്നേ. 450 റുപ്പീസിൻ്റെത് 225-ന്. അപ്പം ഇത് തീർന്നിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം പോയി മേടിച്ചോ. നമ്മൾ നോർമലി എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്കിനും ഒരുപാട് അങ്ങനെ ഭയങ്കര ലാസ്റ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞത്, പക്ഷേ നല്ലൊരു ഷെയ്ഡാണ്. ഒരുമാതിരി ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കയ്യിൽ നോക്കുമ്പോഴത്തേനും ഇത് ഒരുമാതിരി പേരുകളൊക്കെ ഉണ്ട്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത് തരുന്നത്. ഒരു ഫേസ് റൈസർ ഞാൻ ഇവരുടെ തന്നെയാണ്, ബോംബെ ഷേവിങ് കമ്പനി അല്ലേ, ഇവരുടെ തന്നെയാണ് ഞാൻ മേടിക്കാറുള്ളത്. ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഇവരുടെ തന്നെയാണ് മേടിക്കാറുള്ളത്. ഇവരുടേത് ഒരു 199 179 കിട്ടി, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് ഓഫർ ഒന്നും ഇല്ലാണ്ട് തോന്നിയൊരു സാധനം ഇതാട്ടോ. ഇതിൻ്റെ എന്താ പറയുക, ബ്ലേഡ് മാത്രം 2 എണ്ണത്തിന് 375 ആയിരുന്നു. 375 തന്നെ കൊടുക്കേണ്ടി വന്നു. MRPയിൽ ഞാൻ മേടിച്ചെങ്കിലും എനിക്കതിനകത്ത് സങ്കടമില്ല. പക്ഷേ അമ്മാതിരി ഓഫേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഓൾറെഡി മറ്റേ മെമ്പർഷിപ്പിൻ്റെ ഓഫർ ഒരു 300 600 അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ കാർട്ടിൽ ആഡ് ചെയ്തിട്ടിട്ട് ഇങ്ങനെ ഡെയിലി നോക്കണം അത്യാവശ്യം ഓഫേഴ്സ് വരുന്നത്, പിന്നെ കൂപ്പൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അങ്ങനെ വരുന്നത് ഞാൻ അങ്ങനെ നോക്കിയാൽ മേടിക്കാറുള്ള. നെക്സ്റ്റ് വൺ ഈ പ്ലമ്മിൻ്റെ നൈസണമൈഡ് ടോണർ. ഇത് ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് പേഴ്സണലി അടിപൊളിയായിട്ട് തോന്നിയേക്കുന്നത്. ഇതൊരു 440 റുപ്പീസിൻ്റെ ഒരു 374-ന് ഒരു. ഇപ്പം എനിക്ക് 374-ന് കിട്ടിയത്. പക്ഷേ ഞാൻ ഇന്ന് നോക്കിയപ്പോഴത്തേക്കിനും ഒരു 392 ആണ് അതിനകത്ത് കാണിക്കുന്നത്. അങ്ങനെ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പം എല്ലാ പ്രോഡക്ട്സിൻ്റെയും അങ്ങനെ ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ബാക്കി എല്ലാ പ്രോഡക്ട്സിൻ്റെയും ഞാൻ പറഞ്ഞത് ഇന്നത്തെ റേറ്റാണ്. ഇത്രയാണ് ഞാൻ ഡെയിലി അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നതിൽ നിന്നും തീർന്നു പോയതും റീസ്റ്റോക്ക് ചെയ്തതുമായിട്ടുള്ള സാധനങ്ങൾ. ബാക്കി കുറച്ച് ഐറ്റം ഉണ്ട്, അത് ഞാൻ പുതിയതായിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കുറച്ച് സാധനങ്ങൾ ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡോട്ട് ആൻഡ് കീയുടെ സാധനം മേടിച്ചപ്പോഴത്തേക്കിനും ഈ ഒരു മോയ്സ്ചറൈസർ ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ബാക്കി അത്രയും സാധനങ്ങൾ മേടിച്ചതിൻ്റെ കൂടുതൽ എനിക്കൊന്നും അത്രയല്ല, ഞാൻ ഈ കാണിക്കാൻ പോകുന്ന സാധനങ്ങളും കൂടെ മേടിച്ചപ്പോഴത്തേനും എനിക്കൊരു ഫ്രീ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. കെ ബ്യൂട്ടിയുടെ ഒരു കാജൽ ഉണ്ടായിരുന്നു. പ്ലമ്മിൻ്റെയും ഈ 2 സാധനങ്ങളാണ് ഗിഫ്റ്റ് കിട്ടിയത്. ഇതൊരു ബോഡി ലോഷനും ഇതൊരു സൺസ്ക്രീനും. ഇത് ലോറിയൽ പാരസിൻ്റെ ഒരു എന്താ പറയുക മാസ്ക്. ഞാനിത് ഉപയോഗിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഫ്രീ കിട്ടിയതാണല്ലോ ആവശ്യം. ഇത് ഞാൻ ഇന്നലെ ഉപയോഗിച്ചു കേട്ടോ. ഇത് മറ്റേ ബെയർ അനാറ്റമിയുടെ അപ്പോൾ അത് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാവേ. അയ്യോ, പിന്നെ ഒരു ഫ്രീയും കൂടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ജെനുവിൻലി ഞാൻ പറയാം, ഇതിനകത്ത് പ്രൊഡക്റ്റ് ഇല്ല. എൻ്റെ ബാത്റൂമിലിരിക്കുമോ പ്രൊഡക്റ്റ് കണ്ടോ. പക്ഷേ ഞാൻ ഇന്നലെ മേടിച്ചത്. ഇന്നലെ മേടിച്ചപ്പോൾ തന്നെ എനിക്ക് ഉപയോഗിക്കണം എന്നങ്ങ് തോന്നി, ഞാൻ ഉപയോഗിച്ചു. പക്ഷേ ഭയങ്കര അടിപൊളിയാട്ടോ. ഇത് കുറച്ച് നാളായിട്ട് മേടിക്കണം എന്ന് ഓർത്തിരിക്കുകയായിരുന്നു. എനിക്ക് ഡാൻഡ്രഫിൻ്റെ പ്രശ്നം ഉള്ള ഒരാളാണ്. ഇതിന് ഞാൻ അത്യാവശ്യം റിവ്യൂവും കാര്യങ്ങളും കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ്. പക്ഷേ ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയത്. ഞാൻ ഇന്നലെ യൂസ് ചെയ്തു. എനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ അവർ ഫ്രീ തന്നതായി ഹെയർ സെറം. 545-ൻ്റെത് 449-നും 595-ൻ്റെത് 475. ഈ ഒരു സാധനം ഞാൻ കാർട്ടിലിട്ടിട്ട് കുറച്ച് നാളായി. അപ്പം ഞാൻ ഈ റീസെൻ്റായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് അടുക്കൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട്, അവളിത് ഉപയോഗിക്കുന്നുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല എന്നാണ് അവൾ പറഞ്ഞത്. ഇത് മറ്റേ സ്നെയിൽ 96 പവർ എസൻസ് അല്ലേ, 1450 ആയിരുന്നു. ഇതാണ് ഞാൻ മെയിനായിട്ട് എൻ്റെ കാർട്ടിൽ ഒരു 3-4 വർഷമായിട്ട് എൻ്റെ കാർട്ടിൽ കിടന്നതാണ്. ഞാൻ ഇത്തവണ എന്തായാലും മേടിച്ചേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചൊരു സാധനം ഇതാ. ഒരു മിനിറ്റ്, കൊച്ചു കരയുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ പുള്ളി എഴുന്നേറ്റ് വന്ന കേട്ടോ. പുള്ളി ഉറങ്ങിയ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇരുന്നേ. ആളെ എഴുന്നേറ്റിട്ട് ഭയങ്കര എന്താ പറയുന്നത് കരച്ചിലായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു സാധനമല്ലേ, ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡ് 7%. 1275 ആണ് ഇതിൻ്റെ MRP. 147 അത്രയേ ഉള്ളൂ. ആ ഒരു ചെറിയ ഓഫറിൽ എനിക്ക് കിട്ടിയത്. പക്ഷേ ഇപ്പം ഞാൻ നോക്കിയിട്ട് ഓഫേഴ്സ് ഒന്നും കാണിക്കുന്നില്ല. സ്വിസ് ബ്യൂട്ടീൻ്റെ മേക്കപ്പ് സ്പ്രേ ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൽ 280 ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. 202-ന് കിട്ടി. നീ ഇവിടെ നിന്നേ, ഇവിടെ കയറിയിരുന്നേ. ഇവിടെ ഇരിക്കേ, അമ്മ ഇത് തരാം.
ഇത് വേണോ? സാധനം വേണോ? കണ്ടോ, പിടിച്ചോണം, കളയല്ലേ. വേണ്ടേ? ഏ ആണോ? പ്രശ്നമാണോ മൊത്തം? ഹായ് എന്നാ ഇനി ഞാൻ നിന്നെ ഞാൻ കാണിച്ചു തരാം. ഇനി അടുത്ത സാധനം എന്ന് പറയുന്നത് ഐഷാഡോ പാലറ്റാണ്. ഇത് മാർസിന്റെ ഐഷാഡോ പാലറ്റാണ്. ഇതിന് വെറും 299 MRP ഉണ്ടായിരുന്നുള്ളൂ. 299 ആണ് MRP ഉണ്ടായിരുന്നത്. ആൻഡ് 239 എനിക്ക് കിട്ടിയത്. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ റീസെന്റ് ആയിട്ട് നടന്ന എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഇതാ യൂസ് ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും ഇതാ യൂസ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ മേടിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇനി പരിപാടികളൊക്കെ വന്നാലോ. നെക്സ്റ്റ് വൺ ലിപ് ബാം ആണ്. അത് ഏതെങ്കിലും ഒരു ലിപ് ബാം വേണമെന്ന് തോന്നി. പക്ഷെ ഞാൻ ഈ ഡോട്ട് ആൻഡ് കീയുടെ ഭയങ്കര ഫാൻ ആയതുകൊണ്ട് ഡോട്ട് ആൻഡ് കീയുടെ തന്നെയാണ് മേടിച്ചത്. ഇതിന് 249 199 കിട്ടിയേ. ഇതുണ്ടല്ലോ, എനിക്ക് അറിയാതെ വന്നു പോയ സാധന. ഞാൻ ഇതല്ല, അതെന്ത് കളറാന്ന് പറയലിയോ? അതെന്ത് കളറിലെ ക്ലിപ്പാന്ന് പറ. ഇത് ബോട്ടല്ല, ഇത് ക്ലിപ്പ്. എന്ത് കളറാന്ന് പറഞ്ഞേ? പിങ്ക്. പിങ്ക് കളറിലെയാ. പിന്നെ ഇത് 299 179 കിട്ടി. ലോറിയലിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ പുതിയതായിട്ട്, ഞാൻ എന്താണ് പേര്, ഷെയ്ഡ് വർത്ത് ഇറ്റ് മീഡിയം. ഇതിൻ്റെ മറ്റേ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ഇത് പൊട്ടുന്ന കുപ്പിയാ. ഇതെന്താ അറിയോ, ഇത് ഞാൻ പൈസ കറക്റ്റ് മറ്റേ റൗണ്ട് ആക്കാൻ വേണ്ടിയിട്ട് ഇത് മേടിച്ചൊരു സാധനമാണ്. പ്ലമ്മിൻ്റെ നെയിൽ പോളിഷ് മറ്റേ ക്ലിയർ. ഇത് 225 180 റുപ്പീസിന് കിട്ടിയായിരുന്നു. ഇത് ഞാൻ മേടിക്കണമെന്ന് ഓർത്തിരുന്ന ഒരു സാധനമാണ്. റിവ്യൂസിൽ എനിക്ക് കുറച്ച് ലോറിയലിൻ്റെ ഈ ആൻറ്റി ഡാർക്ക് സർക്കിൾ ബ്രൈറ്റനിങ് ഐസറും നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അതുകൊണ്ട് മേടിച്ചേക്കാൻ നടന്നത്. കാരണം ഇനിയിപ്പോൾ വയസ്സും പ്രായമൊക്കെ ആയല്ലേ, അതുകൊണ്ട് ഇതൊക്കെ ഉപയോഗിക്കണമായിരിക്കുമല്ലോ. ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് ഒരു ആൻറ്റി ഡാർക്ക് സർക്കിൾ ഐ ക്രീം ഉപയോഗിക്കുന്നത്, ഐസറും ഉപയോഗിക്കുന്നത്. 699 664. പിന്നെ ഇത് ഞാൻ മേടിക്കണമെന്ന് ഓർത്തിരുന്നൊരു സാധനമാണ്, ഫോക്സ് ടെയിലിൻ്റെ മാസ്ക്. ഞാൻ കുറേ പേരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോഴാണല്ലോ ഒരാഗ്രഹം വരുന്നത്. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 545 436. ഹെയർ സ്പ്രേ മേടിച്ചു. അതും ഈ പറഞ്ഞ പോലെ റീസെൻ്റായിട്ട് എനിക്കൊരു ഫംഗ്ഷൻ വന്നപ്പം ഞാൻ ഹെയറൊക്കെ സെറ്റ് ചെയ്തു. പക്ഷേ ഹെയർ സ്പ്രേ ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ സെറ്റ് ചെയ്ത സംഭവമൊക്കെ അങ്ങ് പോയി. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ഹെയർ സ്പ്രേ മേടിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ എപ്പോഴും ഒന്നും ഫങ്ഷനുള്ള ഒരാളൊന്നും അല്ല ഞാൻ, പക്ഷെ എന്നാലും ഇരിക്കട്ടെ ഒരെണ്ണം. അപ്പോൾ ഇത് 599 533. ആപ്പിൾ പിന്നല്ല, പുള്ളിക്ക് അറിയാവുന്ന സാധനങ്ങളൊക്കെ അല്ലേ പുള്ളിക്ക് പറയാൻ പറ്റും. ആൻഡ് ദിസ് ഇസ് ദ അയ്യോ അതായിരുന്നു ലാസ്റ്റ് സാധനമേ. ഇതാണ് ലാസ്റ്റ് പ്രൊഡക്റ്റ് എനിക്ക് കാണിക്കാനുള്ളത്. ആപ്പിൾ ഇത് എനിക്ക് ഫ്രീ കിട്ടിയതാ. ആ ഫോക്സ് ടെയിലിൻ്റെ ഡീറ്റാൻ ആൻഡ് ഷീൽഡ് ഡുവോ എന്ന് പറഞ്ഞിട്ട്. ഇതൊരു മാസ്കും പ്ലസ് സൺസ്ക്രീനും കൂടെ കേട്ടോ. എനിക്കറിയത്തില്ല, ഞാനിതൊന്നും ഉപയോഗിച്ചിട്ടില്ല ഇതിനു മുന്നേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം, അത്രയേ ഉള്ളൂ. ഇതെന്ത് സാധനം അല്ലയോ? ദിസ് ഈസ് എന്ത് കളറാ? എന്ത് കളറാ? റെഡ്. ഈ കയ്യിൽ മറ്റേ കയ്യിലിരിക്കുന്നതോ അതെന്ത് കളറാ? ഇത് ഗ്രീൻ. ഗുഡ് ബോയ്. ഞാനിതൊന്ന് അവസാനിപ്പിച്ചോട്ടെ. അവരെല്ലാം അത് കണ്ടു, എല്ലാം കണ്ടു. ഗുഡ് ബോയ് ആണെന്ന് പറഞ്ഞു കേട്ടോ. ഇങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു നൈക്ക പിങ്ക് ഹോട്ട് സെയിലിൽ മേടിച്ച ഒരു സാധനം. എനിക്ക് അറൗണ്ട് ഒരു 10,000 അടുത്ത് വന്നു. പക്ഷേ 9,800 അങ്ങനെ എന്തോ സംതിങ് ആണ് വന്നത്.
അപ്പോൾ ഇപ്പോൾ പോയി മേടിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് നമ്മൾ മേടിക്കുന്ന സാധനങ്ങളിനകത്ത് ലാഭം കിട്ടും. പക്ഷെ കമ്പയർ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ നമ്മളല്ലാതെ സ്റ്റോറിൽ പോയി മേടിക്കുന്നതാണോ ഇതാണോ എന്നുള്ളത് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അത് നിങ്ങളുടെ ചോയ്സ്. എനിക്കിത് ഭയങ്കര ലാഭമായിട്ട് എനിക്ക് തോന്നിയത്. ആൻഡ് അപ്പം അത്രയേ ഉള്ളൂ. ബൈ ബൈ പറ, ബൈ ബൈ പറ. അപ്പോൾ ഇത്രയും നേരം എന്നെ കണ്ട് ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് താങ്ക് യു സോ മച്ച്. ആൻഡ് നെക്സ്റ്റ് വീഡിയോ ഇതുപോലത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്നുള്ള ഒരു വിചാരം പോലും വരുന്നത്. കാരണം ഞാനങ്ങനെ യൂട്യൂബിൽ റെഗുലറായിട്ട് വീഡിയോ ഇടുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളല്ല. ഇൻസ്റ്റാഗ്രാമിൽ ഇടാറുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒന്നും ഇടാറില്ല. കാരണം നമ്മളങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങൾ അധികം ഉപയോഗിക്കാത്തത് കൊണ്ട്. ആൻഡ് അത്രയേ ഉള്ളൂ, ദീർഘിപ്പിക്കുന്നില്ല. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അത്രയേ ഉള്ളൂ. ബൈ ബൈ. സേ ബൈ ലിയോ. ബൈ ബൈ. And flying is something. Bye bye.